ഇപ്പം സമയം 5:30 5:30 നമ്മളിപ്പോൾ തന്നെ ഇറങ്ങും. ഫ്ലൈറ്റ് ഒറിജിനലി 7:00 വരുമെന്ന് പറഞ്ഞത്, പക്ഷേ അത് ക്യാൻസലാവില്ല, റീസ്കെഡ്യൂൾ ചെയ്തു. അപ്പോൾ 8:00 അപ്പം കുറച്ചുകൂടി സമയമുണ്ട്, പെട്ടെന്ന് റെഡി ആയിപ്പോൾ. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് കോഫി ഷോപ്സ് ഒന്നും തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത് കണ്ടൊരു പെട്രോൾ സ്റ്റേഷനിൽ കയറി അവിടെ നിന്ന് ഒരു കോഫിയും വാങ്ങി നേരെ എയർപോർട്ടിലോട്ട് വിട്ടു. നമ്മുടെ ഗേറ്റിലെത്തി 73A. നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഫ്രണ്ടിനും എനിക്കും കൂടി അടുത്തുള്ള സീറ്റല്ല കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷേ ഫ്ലൈറ്റ് ഫുള്ളി പാക്ഡ്, അതുകൊണ്ട് നമുക്കത് പറ്റിയില്ല. ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഞങ്ങൾ 2 വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണ്. കഴിഞ്ഞ വർഷം ഇത് പ്ലാൻ ചെയ്ത് നമ്മൾ ബുക്കൊക്കെ ചെയ്തു ടിക്കറ്റ്. പക്ഷേ എൻ്റെ ലീവ് ഓക്കെ ആയിരുന്നു, പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ ലീവ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഫുള്ള് റീഫണ്ട് കിട്ടിയില്ല. ഓക്കെ, നമ്മുടെ ബോർഡിങ് ഓപ്പൺ ആക്കിയോ അവിടെ ചെന്ന്. അങ്ങനെ നമ്മൾ ഫൈനലി ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുക. നമുക്ക് വെള്ളം മേടിക്കണോ? വിലക്കുറവായിരിക്കും കേട്ടോ. നമ്മുടെ എനിക്കറിയത്തില്ല എല്ലാവർക്കും പാസ്പോർട്ട് തന്നെയാണ്. പണ്ട് പാസ്പോർട്ടിനൊന്നും ചിപ്പില്ല സ്കാൻ ചെയ്യാൻ. സ്കാൻ ചെയ്യുന്നത് ക്യൂ നിൽക്കണം, ഭയങ്കര ക്യൂ ആണ്. ഇന്ത്യയിലെ ആൾക്കാർ മാത്രമേ കൂടുതലോടെ നിൽക്കുന്നുണ്ട്. എനിക്കറിയില്ല നമ്മുടെ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ ഇരുന്ന. ബാക്കിയെല്ലാവരും പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആയിരുന്നു. കാരണം നമുക്ക് ഈ വിസ നമ്മൾ ഓൾറെഡി എടുത്തിട്ടാണ്. അപ്പോൾ വിസയുടെ ക്യൂ നിൽക്കണ്ടായിരുന്നു, അതൊക്കെ എളുപ്പമായിരുന്നു. സ്കാൻ ചെയ്ത് മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ അവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ട് ചെക്കിനാണെങ്കിൽ വലിയ കാര്യമായിട്ട് ബാഗൊന്നും ഓപ്പൺ ചെയ്യിപ്പിച്ച് അങ്ങനെ നോക്കിയില്ല. അതുകൊണ്ട് അതൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗ്രാബിൻ്റെ പിക്കപ്പ് ഏരിയയിലോട്ട് പോകാൻ പോവാം. ഗ്രാബും കോച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിരുന്നു. പിന്നെ സിമ്മിനായിട്ട് നമ്മൾ ക്ലൂക്കിൽ നിന്ന് ഒരു സിം 10 ഡേയ്സിലോട്ട് എടുത്തു. അത് നമ്മൾ ഓൾറെഡി ബ്രിസ്ബെയിൻ എയർപോർട്ടിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഗ്രാബ് ബുക്ക് ചെയ്യാനും എളുപ്പമായിരുന്നു. ഓക്കെ, നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തു. ഗ്രാബ് ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യണ്ടാവുന്നില്ല. കൂടി അന്നേരം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി അപ്പോഴത്തേക്കും ഗ്രാബ് വന്നു. നമ്മളിപ്പോൾ അതിൽ കയറി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്. ട്രാഫിക് ആണെങ്കിലും ഒത്തിരി ഭയങ്കര ട്രാഫിക് ഒന്നുമില്ല. എല്ലാവരും ഭയങ്കര റൂൾസൊക്കെ നോക്കി ഓടിക്കുന്ന പോലെ തോന്നുന്നത്. നമ്മളിപ്പോൾ തുടങ്ങിയുള്ള യാത്ര, പക്ഷെ കൊള്ളാം, നല്ല ക്ലീനാണ്. നമ്മൾ സ്റ്റേയിലോട്ട് പോയി. ഇവിടുന്ന് 1 മണിക്കൂറാണ് സ്റ്റേയിലോട്ടുള്ളത്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. കുറേ നേരമായി പോകാൻ തുടങ്ങിയിട്ട്. 1 മണിക്കൂർ എന്ന് പറഞ്ഞ് ഇപ്പോൾ 1 മണിക്കൂറായി. പക്ഷേ പിന്നെയും 1/2 മണിക്കൂർ കൊണ്ട് എടുക്കുമെന്ന് കാണിക്കുന്നത്. ഞാൻ കുറച്ച് ടൈം മുന്നേ റോഡ് ഭയങ്കര ട്രാഫിക് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചെടുത്തു. നല്ല ട്രാഫിക്കാണ്, അനങ്ങുന്നില്ല. ഇങ്ങനെ മാപ്പ് ഫുൾ ചുമന്നൊക്കെ കിടക്കുക, മാതിരി ട്രാഫിക്കാണ്. അപ്പോൾ ജസ്റ്റ് റെഡിയിൽ നിന്ന് പോയേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റിന് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സ്കൂട്ടറുകാർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ട്. നമ്മൾ ക്ലൂക്കിൽ നിന്ന് എടുത്ത ഈ സിം 10 ഡേയ്സിലോട്ട് അൺലിമിറ്റഡ് ഡേറ്റ ഉള്ളി പാക്ക് $28, ഇന്ത്യൻ റുപ്പി 1400. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറച്ച് ലേറ്റ് ആയിട്ട് സ്റ്റേയിലെത്തിയത്. ഫ്ലൈറ്റ് നമ്മളൊക്കെ എത്തി. സ്റ്റേ കാണാം. എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റേ അല്ല നോക്കിയത്, പക്ഷെ എന്നാൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആവണം എന്ന് തോന്നി. കുറച്ചൊരു ഒത്തിരി ലക്ഷറിയസ് സെറ്റപ്പ് അല്ല, തടി കൊണ്ടൊക്കെ ഉണ്ടാക്കി. എനിക്ക് അങ്ങനത്തെ ഒരു ബാലി വൈബില്ല, അത് കിട്ടുന്ന സ്റ്റേ നമ്മൾ നോക്കിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേ. നമുക്ക് AC ആണെങ്കിൽ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ്, ബാത്റൂം, പിന്നെ നമുക്ക് ഇരുന്നൊരു കുറച്ച് ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമുക്കിവിടെ നിന്ന് കഴിക്കുവാണെങ്കിൽ അതുണ്ട്. കുക്കിംഗ് സെറ്റപ്പ് ഇല്ല, പക്ഷെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ. നമ്മൾ എന്തായാലും കുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇവിടെ ഒരു പൂളുണ്ട്, നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. ഭംഗിയുണ്ട്. പിന്നെ കാഫറ്റേരിയ ആയിട്ടൊരു സെക്ഷൻ. അങ്ങനെ ഞാൻ ഈ സ്റ്റേയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ വില്ല ഹോപ്പിംഗ് ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ സ്റ്റേ ഒരു അഫോർഡബിൾ ഓപ്ഷൻ ആയിരിക്കും. ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഡ്രസ്സ് മാറി ഇറങ്ങി. ഞങ്ങൾ കടയിൽ പോയി ഇച്ചിരി സാധനം വാങ്ങാന്നോർത്ത് വയസ്സിന്റെ കാർഡ് കൊണ്ട് നമ്മൾ പോയത്. പക്ഷെ ടാപ്പ് ചെയ്തിട്ട് ചെറിയ കടയായതുകൊണ്ടാണെന്ന് അറിയില്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഓർത്തു ഇവിടെ അടുത്തൊരു ATM ഉണ്ട്, ക്യാഷ് വിട്ടിട്ടില്ല. ക്യാഷും കാർഡും കൂടി ആകുമ്പോൾ കാർഡ് ടാപ്പ് ചെയ്യാൻ ഇല്ലാത്തടത്ത് ഉപയോഗിക്കാണ്. അങ്ങനെ വന്നേക്കുക. എല്ലാം ഒന്ന് സെറ്റിലായി റൂമിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ഒന്നും പിടിക്കുന്നില്ല, അടുത്ത് കണ്ട റെസ്റ്റോറൻറ്റ് നോക്കി വന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ഇവർ ഇങ്ങനെ ഒരു ചിപ്സ് പോലെ, ഇതിനൊരു സീ ഫുഡിൻ്റെ ഫ്ലേവറാണ്. മൊത്തത്തിൽ ഇവിടുത്തെ മെനുവിലും കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്ന സീ ഫുഡ്. അപ്പോൾ നമ്മൾ ഒരു ബിഗ് സീ ഫുഡ് പ്ലാറ്റർ തന്നെ പറഞ്ഞു. ഇങ്ങനെ ഫുഡ് വരാൻ വെയിറ്റ് ചെയ്തിരുന്ന ബിഗ് സീ ഫുഡ് പ്ലാറ്റർ വന്നു. നല്ല വിശപ്പുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ഫ്രണ്ടിന് സീ ഫുഡ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് നമ്മൾ സീ ഫുഡ് കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ട്
വരാമെന്ന് വെച്ചത്. എനിക്ക് സീ ഫുഡ് ഓക്കെയാണ്, എനിക്കിഷ്ടമാണ്. എനിക്ക് എരിവുള്ള എല്ലാം തന്നെ ഇഷ്ടമാണ്. നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത മണി വെച്ച് നോക്കുമ്പോൾ കിട്ടിയ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം നമ്മൾ ഈ പ്ലാറ്ററും വേറെ ഒരു ഫുഡും കൂടിയാണ് പറഞ്ഞത്. അതിന് മൊത്തത്തിലായത് 78 AUD. പിന്നെ ഫുഡിൻ്റെ ടേസ്റ്റും കസ്റ്റമർ സർവീസും ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് റിവ്യൂ ഇപ്പോൾ ഒരു റിസേർട്ടാണ് തോന്നുന്നത്. വന്നിട്ട് നമുക്ക് വണ്ടിയിൽ നമ്മളിപ്പോൾ ഗ്രാബ് ബുക്ക് ചെയ്തേക്കുക, അതിൽ നമുക്ക് തുറന്നു നോക്കാം അതിൻ്റെ ഉള്ളിൽ. ഞങ്ങളിവിടെ ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് ഇവിടെ കയറി ഇരുന്നോളാൻ വണ്ടി വരുവാണെങ്കിൽ പറയാമെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കസ്റ്റമർ സർവീസ്, അങ്ങനെ ദേഷ്യപ്പെടുന്നു, അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പോലില്ല. നമുക്ക് എന്തായാലും ഇത് നോക്കാം, ഇതിലെന്നാ നോക്കാം. നമ്മളിപ്പോൾ കയറിയ കടയുടെ പേര് സിയ സീ ഫുഡ് ആൻഡ് ഗ്രിൽസ് എന്നാട്ടോ. ഈ കടയുള്ളത് ചാങ്കൂല. Enjoy this complimentary treat. We appreciate your support. If you loved it, let others know. നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ചെയ്തതാട്ടോ റിവ്യൂ. അത് ഞാൻ പറഞ്ഞില്ലേ, അത് നോക്കാം. നമുക്ക് കിട്ടിയ ഈ ഒരു ഡിസേർട്ടിൻ്റെ പേര് ഡാഡർ ഗുലങ് എന്നാട്ടോ. ഒരു ക്യൂട്ട് സാധനമാണ്, കഴിച്ചു നോക്കട്ടെ കേട്ടോ. കോക്കനട്ടിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ കഴിച്ചതല്ല. പിന്നെ നമ്മൾ പോയത് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ബീച്ച് ക്ലബിലോട്ടാട്ടോ, ഫിൻസിലോട്ട്. അടിപൊളി വൈബ്, ഫുൾ മ്യൂസിക്കും ലൈറ്റ്സും സ്മോക്കും, ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലം. നിങ്ങൾ സെമിനാക്ക് ചാങ്കു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിൻസിൽ പോകാണ്ട് ഒരിക്കലും പോകരുത്. ഫിൻസിൽ എൻട്രി ഫീ ഇല്ല, പക്ഷെ നമ്മളൊരു സ്പെഷ്യൽ സീറ്റോ ബെഡോ എന്തെങ്കിലും ബുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളത് റിസർവ് ചെയ്ത് അതിന് എക്സ്ട്രാ പേ ചെയ്യണം. പക്ഷെ നമ്മൾ പേ ചെയ്ത എമൗണ്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങുന്ന ഫുഡിനോ ഡ്രിങ്ക്സിനോ ഒക്കെ ആയിട്ട് ക്രെഡിറ്റ് ആവും. എനിക്ക് അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഓയിസ്റ്റർ കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ഓയിസ്റ്റർ പറഞ്ഞ് അതൊരു ഐസ് ബെഡിലൊക്കെ വെച്ച് ഒരു 6 ഓയിസ്റ്റർ വന്നു. ഒപ്പം ഹോട്ട് സോസും ലൈമും വിനീഗറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ലൈമും ഹോട്ട് സോസും ആണെന്ന് തോന്നുന്നു ഒഴിച്ചത്. അങ്ങനെ കഴിച്ചു. ആസ് യൂഷ്വൽ നല്ലൊരു ക്ലീൻ ടേസ്റ്റ്. എപ്പോഴും ഓയിസ്റ്ററിനൊരു അത് വായിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ, ഒരു ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി അല്ലേ. പക്ഷേ മിക്കവർക്കും ഓയിസ്റ്ററിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ട് 2-3 തവണ കഴിച്ച് കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതാണ്. ഓയിസ്റ്റർ എപ്പോഴും ഷാംപെയിൻ്റെയും വൈറ്റ് വൈൻ്റെയും ഒപ്പമാണ് പോകുന്നതെന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒപ്പം ട്രൈ നോക്ക്, നല്ല കോംബോയാണ്. ഫിൻസിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയത് ലാബ്രസ ബാലി എന്ന് പറഞ്ഞൊരു ബീച്ച് ക്ലബിലോട്ടാണ്. വെബ്സൈറ്റിൽ നിന്ന് നോക്കിയപ്പോൾ 11 മണിക്ക് ക്ലോസ് ആവുന്ന കാണിച്ചെങ്കിലും നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും കിച്ചൺ ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ 2 ഡ്രിങ്ക്സൊക്കെ വാങ്ങി അവിടെ ഇരുന്നു. അത്യാവശ്യം നല്ല വൈബുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരു ബോഹോ വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫിൻസിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ഫിൻസ് പോലെ തന്നെ ഇവിടെയും എൻട്രി ഫീസ് ഇല്ല, പക്ഷേ ചില ഏരിയാസ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ മിനിമം സ്പെൻഡ് ഉണ്ട്. ഇവർക്ക് നേരെ വ്യൂ വരുന്നത് ഇന്ത്യൻ ഓഷനിലോട്ടുള്ള വ്യൂവും പിന്നെ ഈ ഏരിയയിൽ തന്നെ കുറേ പൂൾസ് ഉണ്ട്. ഒരു വലിയ ലഗൂൺ പൂളും അതുകൂടാതെ തന്നെ കൊച്ചു കൊച്ചു കുറേ പൂൾസും ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ ഒരു ഷാലോ പൂളാട്ടോ. നൈറ്റ് ലൈഫ് അത്യാവശ്യം നല്ലോണമുള്ള സ്ഥലമാണ് സെമിനാക്കും ചാങ്കും ഒക്കെ. എനിക്ക് തോന്നുന്നു ചാങ്കൂൽ ഇച്ചിരി കൂടി ഒരു ബോഹോ തീമിലുള്ള ബീച്ച് ക്ലബ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സെമിനാക്കിൽ കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ടുള്ള റൂഫ് ടോപ്പ് ബാസും കോക്ടെയിൽ ബാസും അങ്ങനെ ഒരു കുറച്ച് പോളിഷ്ഡ് ആയിട്ടുള്ള ബീച്ച് ക്ലബ്സ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കട 11 മണിക്ക് ക്ലോസ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവരും പോയി തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മളൊരു ഗ്രാബ് ബുക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തോട്ട് വിട്ടു. ഇത്ര 1 മണിയൊക്കെ ആയി കഴിയുമ്പോഴുള്ള ചാങ്കൂൻ്റെ അവസ്ഥയാട്ടോ. അത്യാവശ്യം എല്ലാ ബീച്ച് ക്ലബ്സും ഓണം. നമ്മൾ പിന്നെ പോയത് ഓൾമെൻസ് എന്ന് പറഞ്ഞ ക്ലബ്ബിലും അതിനടുത്തുള്ള 2-3 ക്ലബ്ബിൽ പോയി. അവസാനം നമ്മൾ ഐലൻഡ് റെസ്റ്റോറൻറ്റ് ചാങ്കുവിൽ പോയി. അതൊരു ബീച്ച് ഫ്രണ്ട് റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്ത് നേരെ സ്റ്റേയിലോട്ട് വിട്ടു. I am here